എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും സൈലം RRBയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന ഏപ്രിൽ 23 മുതൽ ഇനി നടക്കാൻ പോകുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഈ ഒരു കോഴ്സ് എങ്ങനെയാണ്, ഈ കോഴ്സിലെ ക്ലാസ്സുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ക്ലാസ്സുകൾ ഏതൊക്കെ സമയത്തായിരിക്കും, ഏതൊക്കെ മീഡിയം ആയിരിക്കും, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ക്ലാസ്സുകൾ തരിക, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ എത്ര പരീക്ഷകളുണ്ട്, എങ്ങനെയുള്ള പരീക്ഷകളാണ്, അത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ മുന്നോട്ട് പഠിച്ചു പോകണം, ആർക്കൊക്കെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം, ഇങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാവും. ഇതിനൊക്കെ ഉള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലുണ്ട്. ആദ്യ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 23 ഈ ഒരു ബാച്ചിൻ്റെ പോർഷൻ എടുത്ത് തീരുന്ന ദിവസം ജൂൺ 30 കൃത്യമായ ഒരു പ്ലാനിങ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും എത്ര ക്ലാസ്സുകൾ പോകണം, ആരൊക്കെ ആയിരിക്കണം ക്ലാസ്സുകൾ എടുക്കുക, എത്ര ദിവസം കൊണ്ട് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം, ഇങ്ങനെ കൃത്യമായൊരു പ്ലാനിങ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്ലാനിങ് പ്രകാരം ഏപ്രിൽ 23 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ജൂൺ 30 നമ്മൾ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നു. അതിനുശേഷം അതിനുശേഷമേ എക്സാം ഉണ്ടാവുള്ളൂ. അതിനുശേഷം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് പറഞ്ഞ് റിവിഷൻ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ബാച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഏപ്രിൽ 23 സ്റ്റാർട്ട് ചെയ്യുന്നു. ജൂൺ 30 കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ നമ്മൾ നമ്മുടെ പോർഷൻസ് കവർ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനമായിട്ടും ഇതിൽ പഠിക്കാനുള്ളത് QA, റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയുമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. QAക്ക് വേണ്ടിയിട്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് 100 ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 100 ക്ലാസ്സുകൾ. ഈ 100 ക്ലാസ്സുകളിലൂടെ നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാച്ചിൻ്റെ പേര് ക്രാഷ് കോഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും തരുന്നുണ്ട്. QA പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഒരു 99% ക്വസ്റ്റ്യൻസും നമ്മൾ പറയുമ്പോൾ തന്നെ ഏത് RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എന്നുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കൃത്യമായി സെറ്റ് ചെയ്ത് 100 മണിക്കൂർ 100 ക്ലാസ്സുകൾ QAക്ക് വേണ്ടിയിട്ടും 60 ക്ലാസ്സുകൾ റീസണിങ്ങിന് വേണ്ടിയിട്ടും 54 ക്ലാസ്സുകൾ ജനറൽ സയൻസിന് വേണ്ടിയിട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഡിക്ക് വേണ്ട രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. QA 100 മണിക്കൂർ, റീസണിങ് 60 മണിക്കൂർ, ജനറൽ സയൻസ് 54 മണിക്കൂർ. അപ്പം തന്നെ ഒരുവിധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലായി. പിന്നെയുള്ളത് ഈ GK ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം വാസ്റ്റ് കണ്ടന്റ് ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. ഇപ്പം തുടങ്ങിയാലും ഒരു രീതിയിലും അത്ര ക്ലാസ്സുകൾ തന്നാലും ഒരു രീതിയിലും തീർക്കാൻ പറ്റാത്ത ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ, ജനറൽ അവയർനെസ്സിന് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് റെക്കോർഡായിട്ട് തന്നെ നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 50 ക്ലാസ്സുകളുണ്ട് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 40 ഇമ്പോർട്ടൻ്റ് ക്ലാസ്സുകളുണ്ട് എന്നിരിക്കട്ടെ. അതിലൊരു 5ഓ 6ഓ ക്ലാസ് നിങ്ങളോട് കൃത്യമായും പഠിച്ചുകൊണ്ട് വരാനായിട്ട് പറയും. കൃത്യമായും ഈ 5ഓ 6ഓ ക്ലാസ്സിൻ്റെ ഓവറോൾ റിവിഷൻ എന്ന രീതിയിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു പോകും. അടുത്ത 5ഓ 6ഓ ക്ലാസ് പഠിക്കാനായിട്ട് പറയും. അതിൻ്റെ ഒരു റിവിഷൻ എന്ന രീതിയിൽ അടുത്ത ഒരു റിവിഷൻ ക്ലാസ് സെറ്റ് ചെയ്യും. വീണ്ടും ഒരു 5ഓ 6ഓ ക്ലാസ് പഠിക്കാനായിട്ട് പറയും. അതിൻ്റെ ഒരു ഓവറോൾ റിവിഷൻ എന്ന രീതിയിൽ വീണ്ടും ഒരു ലൈവ് ക്ലാസ് സെറ്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന GK ടോപ്പിക്ക് ഈ ഒരു 2 മാസം, കുറച്ച് നാളുകളുടെ ഉള്ളു പരീക്ഷയ്ക്ക്, ഈ 2 മാസം ബാക്കി ടോപ്പിക്കും നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 മാസത്തിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇതൊരു കൃത്യമായ പ്ലാനാണ്, നല്ലൊരു പ്ലാനാണ്. ഈ പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൻ്റെ ക്ലാസ് ഏകദേശം ഒരു 10 അല്ല അതിന് പുറത്തുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സിന് ഒരു 10 ക്ലാസ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. QAക്ക് 100, റീസണിങ് 60, ജനറൽ സയൻസ് 54, GK 10, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് 10. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാച്ച് കോഴ്സിൻ്റെ പേരിൽ ഓൺലൈൻ ക്രാഷ് കോഴ്സ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഇതിൽ മാത്സ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്.
റീസണിങ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്, ജനറൽ സയൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ GA മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ലൈവ് കിട്ടുന്നില്ല എന്ന് പറയാം. കാര്യം അത് നമുക്ക് അങ്ങനെ തന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5ഓ 6ഓ ക്ലാസ് ഒരുമിച്ച് പഠിക്കാനായിട്ട് തരും. ഇനി നിങ്ങൾക്ക് അത് ലൈവ് കാണാൻ സമയം കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ PDF എങ്കിലും നിങ്ങൾ നോക്കി, ഓരോ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ അതിൻ്റെ PDF നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആ PDF എങ്കിലും ഒന്ന് വായിച്ചിട്ട് വരിക. എന്നിട്ട് ആ 6 ക്ലാസ്സുകളുടെ റിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ്. ഇത് മാത്രമേ ഉള്ള ഒരു ക്രാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി ടോപ്പിക്ക് കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാച്ചിൽ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിലുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇതിലെ പരീക്ഷകൾ എങ്ങനെയാണ്? ഇതിൽ പ്രധാനമായിട്ടും 2 രീതിയിലുള്ള പരീക്ഷകളാണുള്ളത്. നിങ്ങൾക്ക് 20ഓളം ഫുൾ മോക്ക് ടെസ്റ്റ് നടത്തും ഇതിൻ്റെ അകത്ത്. അതായത് എങ്ങനെയാണോ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം വരിക അതേ പാറ്റേണിൽ 20 എക്സാമുകൾ ഈ ഒരു ബാച്ചിൽ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും, ഇത് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? രണ്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതാ സൗകര്യം ആ രീതിയിൽ. ഇംഗ്ലീഷാണ് ഇഷ്ടമുള്ളവർ അല്ലെ പറ്റുന്നവർ ആ രീതിയിൽ എഴുതുക, മലയാളത്തിലാണുള്ളവർ ആ രീതിയിൽ എഴുതുക. അങ്ങനെ രണ്ടായിട്ട് തന്നെ നമ്മൾ അതിനകത്ത് അപ്പ് ചെയ്യും. 20 ഫുൾ മോക്ക് നിങ്ങൾ ഇതിനകത്തിൽ അറ്റൻഡ് ചെയ്യും. ഇനി ഒരാഴ്ചയിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിനെ ബേസ് ചെയ്ത് വീക്ക്ലി ടെസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 25 ക്ലാസ്സുകൾ നടന്നു വന്നിരിക്കട്ടെ, അതിൽ കൂടുതൽ നടക്കും, അത് വേറെ കാര്യം. 25 ക്ലാസ്സുകൾ നടന്നു വന്നിരിക്കട്ടെ. ആ 25 ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ്സിൽ നിന്ന് 2 ചോദ്യങ്ങൾ. അപ്പോൾ 25 ക്ലാസ് കഴിയുമ്പോഴത്തേക്കിന് 50 ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ ആ ആഴ്ച പഠിച്ചതെല്ലാം കൂടെ ചേർത്ത് ഒരു വീക്ക്ലി ടെസ്റ്റ് എന്നുള്ള രീതിയിലും നമ്മൾ എക്സ്ട്രാ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇങ്ങനെ 2 രീതിയിലുള്ള പരീക്ഷകളാണ് ഈ ബാച്ച് നടക്കുക. 20 ഫുൾ മോക്ക് നടക്കും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് കൂടാതെ ഒരാഴ്ച പഠിച്ചത് എല്ലാം കൂടെ ചേർത്ത് ഒരു ക്ലാസ്സിൽ നിന്ന് 2 ചോദ്യം, ആ മോഡലിലുള്ള 2 ചോദ്യം എന്നുള്ള രീതിയിൽ ഒരു 50ഓ 60ഓ മാർക്കിൻ്റെ വീക്ക്ലി ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നടത്തും. അപ്പോൾ ഫുൾ മോക്കും നിങ്ങൾക്ക് കൃത്യമായി എഴുതാം, നിങ്ങളെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനും പറ്റും. പിന്നെ പലരും ചോദിക്കുന്ന ഒരു സാധനം, സാർ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ക്ലാസ്? എപ്പോഴും ചോദിക്കാറുള്ള, രണ്ടും നിങ്ങൾക്കുണ്ടാവും. ഇപ്പോൾ ഒരു ചോദ്യം മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ കാണിക്കുകയാണെങ്കിൽ ആ ചോദ്യം മലയാളത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിച്ചത്, അത് രണ്ടും നിങ്ങൾക്ക് തന്നു തന്നെ ആയിരിക്കും ചെയ്തു പോവുക. എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയി തന്നെ മലയാളത്തിൽ പറയും. മലയാളത്തിലും ഇംഗ്ലീഷിലും 2 രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ എല്ലാ ക്ലാസ്സിൻ്റെയും ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ PDF കിട്ടും. ആ PDF മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇംഗ്ലീഷിലും ഉണ്ടാവും. അടുത്തത് ക്ലാസ്സിൻ്റെ സമയം. റെഗുലർ ദിവസങ്ങളിൽ, അതായത് ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് 4 ക്ലാസ്സുകൾ ഉണ്ടാവും. ആദ്യത്തെ ക്ലാസ് രാവിലെ 10 to 11, ഉച്ചയ്ക്ക് 12 to 1, വൈകുന്നേരം 4 to 5, 7 to 8. ഇങ്ങനെ 4 ക്ലാസ്സുകളായിരിക്കും തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ. 4 ക്ലാസ്സുകൾ, രാവിലെ 10, 12, വൈകിട്ട് 4, 7. ഇനി സൺഡേ ആണെങ്കിൽ 2 ക്ലാസ്സുകളേ ഉള്ളൂ. ഒരെണ്ണം ഉച്ചയ്ക്ക് 12 മണിക്കും ഒരെണ്ണം 2 മണിക്കും. ബാക്കി സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിവിഷൻ ചെയ്യാനുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യാം. ഏതെങ്കിലും ക്ലാസ് നിങ്ങൾ പെൻഡിങ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പെൻഡിങ് കണ്ടു തീർക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ടെസ്റ്റുകൾ എഴുതാനുണ്ടെങ്കിൽ അത് എഴുതി തീർക്കാം. അപ്പോൾ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ 4 ക്ലാസ്, ഞായറാഴ്ച ദിവസം 2 ക്ലാസ്. ക്ലാസ്സിൻ്റെ സമയവും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ 240ഓളം മണിക്കൂറുകൾ കിട്ടും, ക്ലാസ്സും റിവിഷനും ഒക്കെ ആയിട്ട്. സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും 4 മണിക്കൂർ ക്ലാസ്സും കിട്ടും. പിന്നെ ആഴ്ചയിൽ 6 ദിവസമാണ് സാധാരണ. പിന്നെ ഇതൊരു പെട്ടെന്ന് തീർക്കാമെന്നുണ്ടായതുകൊണ്ട് ഒരു 2 ക്ലാസ്സും കൂടെ സൺഡേയിൽ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ ക്ലാസ്സിൻ്റെയും PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മലയാളത്തിലും ഉണ്ടാവും, ഇംഗ്ലീഷിലും ഉണ്ടാവും. എല്ലാ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ അവിടെ PDF നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് മലയാളത്തിലും ഉണ്ടാവും, ഇംഗ്ലീഷിലും ഉണ്ടാവും. ഇതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഞാനാണ് ഇതിൽ കുറച്ച് മാത്സിൻ്റെ ടോപ്പിക്കും കുറച്ച് റീസണിങ്ങിൻ്റെ ടോപ്പിക്കും കൈകാര്യം ചെയ്യുന്നത്. QAയും ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റീസണിങ്ങും കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോകുൽ സാറ് QA എടുക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാനിബ മിസ് QA എടുക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ജുബിൻ സാറ് QA എടുക്കാനായിട്ടുണ്ട്. ഇത്രയും പേരാണ് ഈ ഒരു ബാച്ചിൽ QA ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ജനറൽ അവയർനെസ് ഹാൻഡിൽ ചെയ്യുന്ന വിഷ്ണു സാറാണ്. അതുപോലെ തന്നെ
റീസണിങ് ഹാൻഡിൽ ചെയ്യുന്ന അരുൺ ബാലൻ സാറാണ്. അതുപോലെ ജനറൽ സയൻസ് ഹാൻഡിൽ ചെയ്യുന്ന അജയ് സാറാണ്. കറണ്ട് അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത് അനുശ്രീ മിസ്സാണ്. ഇത്ര ആളുകളാണ് ഈ ഒരു ബാച്ചിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവസാനഘട്ട റിവിഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ബാച്ച് മുഴുവനായിട്ട് നിങ്ങൾക്കൊന്ന് പഠിച്ചു പോവാം. 100% പ്രയോജനമായിരിക്കും. അതുപോലെ തന്നെ ഇനി പഠിച്ച് ഒന്നും ആയില്ലല്ലോ, ഇനി സമയമുണ്ടോ, ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നാലോചിച്ചിരിക്കുന്നവർക്ക് വേറൊന്നുമില്ല, ധൈര്യമായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 100% പ്രയോജനമായിരിക്കും. ഇനിയും വേറൊരു കാര്യം കൂടി, ഈ RRB പരീക്ഷകളിലേക്ക്, അതായത് RRB പരീക്ഷയിൽ ഇനി അടുത്ത വർഷം മുതൽ എഴുതാനിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിരിക്കുന്നവർ, ഇപ്പോൾ കോഴ്സ് അത് അടുത്ത വർഷം മുതൽ ഞാൻ ഇതിന് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഈ ഒരു കോഴ്സ് നിങ്ങൾക്കെടുത്താൽ അത്യാവശ്യം ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്ന NDPC, ഇനി എല്ലാ വർഷവും റെഗുലറായിട്ട് RRBയുടെ പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷം നടക്കാൻ പോകുന്ന NDPC അങ്ങനെയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് കൃത്യമായൊരു ബേസ് ഈ ഒരു ബാച്ചിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഈ ഒരു 2 മാസം അല്ലെ 2.5 മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ QAൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ബേസ് കിട്ടും. റീസണിങ് അത്യാവശ്യം നല്ല രീതിയിൽ ബേസ് കിട്ടും. സയൻസിന് വേണ്ട ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബേസ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് റെയിൽവേ എക്സാമുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവരും തീർച്ചയായും ജോയിൻ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, വെറുതെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തു എന്ന് കരുതി ആർക്കും ജോലി കിട്ടൂല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു എഫോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്കറിയാം 4 ക്ലാസ്സുകളുണ്ട് എല്ലാ ദിവസവും. ആ 4 ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായും കാണാനായിട്ട് ശ്രമിക്കുക. ഒരു രീതിയിലും പെൻഡിങ് വരുത്താതിരിക്കുക. സൺഡേ 2 ക്ലാസ് ഉണ്ട്. ആ 2 ക്ലാസ്സുകൾ കൃത്യമായും കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ ആഴ്ചയിലും ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിലുള്ള എക്സാമുകളുണ്ട്. ഒരു മോക്ക് ടെസ്റ്റ് പോലും വിടാതെ കൃത്യമായി അറ്റൻഡ് ചെയ്യുക. എനിക്ക് എത്ര മാർക്ക് ഓരോ മോക്ക് ടെസ്റ്റിൽ നിന്നും കിട്ടിയെന്ന് നിങ്ങൾ സ്വന്തമായി വിലയിരുത്തുക. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ പഠിച്ചത് കൃത്യമായി അനലൈസ് ചെയ്ത് ആ വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ 1% പോലും ഈ ഒരു ബാച്ചിൽ ഉഴപ്പില്ലാതെ കൃത്യമായ ഒരു പ്ലാനിങ്, ഞങ്ങൾക്കൊരു കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ആ ഒരു പ്ലാനിങ് ഞങ്ങളോടൊപ്പം 2-2.5 മാസം കൃത്യമായി കട്ടയ്ക്ക് നിന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി അടിക്കാമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്നവരോടാണ് പറയുന്നത്, കൃത്യമായും പഠിക്കുക, ഒരു രീതിയിലുള്ള ഉഴപ്പും വരുത്താതിരിക്കുക, ബാക്കി തന്നെ വന്നോളൂ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് ലൈവായിട്ട് ഈ പറയുന്ന സമയത്ത് കാണാൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡും അവൈലബിൾ ആയിരിക്കും. ഇനി ലൈവായിട്ട് മിസ്സാക്കിയ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അന്ന് തന്നെ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി റെക്കോർഡ് കാണാനായിട്ട് ശ്രമിക്കുക. ഒരു രീതിയിലും പെൻഡിങ് വരുത്താതിരിക്കുക. ഒരു പ്രാവശ്യം പെൻഡിങ് വരുത്തിയാൽ പിന്നെ ഒന്ന് പോയല്ലോ, ഇനി അടുത്ത ദിവസമായിട്ട് ഇതൂടെ പോട്ടെ എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ ഒരു രീതിയിൽ ഉഴപ്പാതിരിക്കുക. ബാക്കി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വന്നോളൂ. നമ്മൾ ചെയ്യാനുള്ള സാധനം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബാക്കി നമുക്കുള്ളത് കിട്ടും. 1299 രൂപയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഫീ ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് സൈലം ആപ്പിൽ പോയി പേ ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സൈലം ആപ്പ് എടുക്കുക, അതിൽ RRB സെലക്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു ബാച്ച് കോഴ്സിൻ്റെ പേര് ടർബോ ബാച്ച് എന്നാണ്. അതിൽ ഡയറക്റ്റ് പേ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങളെ ജോയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷമുള്ള എൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ബാച്ച് കോഴ്സാണ് ഇത്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധമായ വിട്ടുവീഴ്ചയും ഇതിലുണ്ടാവത്തില്ല. ഇതിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ ചെയ്യുകയും ചെയ്യും. സൈലം RRBയുടെ ഏറ്റവും മനോഹരമായ ബാച്ച് കോഴ്സുകളിൽ ഒന്നാവും ഇത് എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ ഏവരെയും ഈ ഒരു ബാച്ച് കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിലൂടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം, റെയിൽവേയിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.